എല്ലാ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കും സ്നേഹ വന്ദനം. ഞാൻ മഞ്ചയിൽ വിക്രമൻ, കേരള സാംബവ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എന്നോടൊപ്പം ഈ പത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരള സാംബവ സഭയുടെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കല്ലിയൂർ സ്റ്റീഫൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി, സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ കൊപ്പം ഷാജി തുടങ്ങിയവരാണ്. കേരള സാംബവ സഭ, സാംബവ സമുദായം എന്ന് പറയുന്നത് ശരിക്കും നമുക്കറിയാം, പറയ വിഭാഗം എന്ന് പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന ജനവിഭാഗമാണ് സമുദായത്തിൻ്റെ പേര് പരിഷ്കരിച്ച് സാംബവ സമുദായം എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഈ സമുദായം പരമ്പരാഗതമായി ചെയ്തു വരുന്ന തൊഴിൽ എന്ന് പറയുന്നത് ഈറ്റത്തൊഴിലാണ്. ഈറ്റത്തൊഴിൽ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഏതാണ്ട് 50 വർഷക്കാലത്തിന് മുൻപ് രൂപപ്പെടുത്തിയ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ എന്ന സ്ഥാപനം കേരളത്തിൽ നിലവിലുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ബാംബു ഫാക്ടറി, ബാംബു ബോർഡ്, ബാംബു മിഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി ഈ തൊഴിൽ ഏതാണ്ട് ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 10,000-ലധികം വരുന്ന തൊഴിലാളികൾ ഈ തൊഴിൽ സ്ഥായിയായി ചെയ്തു വരുന്നവരായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായി ബാംബു കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഈ ഈറ്റ സുലഭമായി ഈ തൊഴിലാളികൾക്ക് ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈറ്റ സുലഭമായി ലഭിക്കുന്നില്ല. ഈറ്റ കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് പനമ്പ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം മാത്രമാണ് ബാംബു കോർപ്പറേഷൻ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതേസമയം പനമ്പ് കൂടാതെയുള്ള മറ്റുൽപ്പന്നങ്ങൾ, ഇപ്പൊ ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല ഉൽപ്പന്നങ്ങൾ, ഇതിപ്പോ നമ്മുടെ കാലത്തിനനുസരിച്ച് ഉള്ള ഒരു പരിഷ്കരണവും നടന്നിട്ടില്ല ഈ തൊഴിലിന്. ഫർണിച്ചറുകൾ, കെട്ടിടങ്ങളുടെ ആധുനികവൽക്കരണ ഭാഗമായി കെട്ടിടങ്ങളുടെ ഇന്റീരിയർ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള വിവിധ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഈ ഈറ്റ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവയിലേക്കൊന്നും കടന്നു ചെല്ലാൻ ഈ തൊഴിലാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ബാംബു കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നുമില്ല, കരകൗശല വികസന കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഈ തൊഴിൽ ഏതാണ്ട് അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. ചെയ്യുന്ന തൊഴിലിന് മാന്യമായ ഒരു കൂലി അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ തൊഴിലുറപ്പ് തൊഴിലിന് പോയാൽ 365 രൂപ കൂലി കിട്ടും. പക്ഷെ പകലന്തിയോളം കണ്ണിൽ എണ്ണയും ഒഴിച്ചിരുന്ന് ഈ തൊഴിൽ ചെയ്താൽ ഈ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു 200 രൂപ പോലും കിട്ടാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഉണ്ടാക്കുന്ന നിർമ്മാണ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ, അതിന് വിപണി കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് ഏതാണ്ട് ഈ തൊഴിലാളികളൊക്കെ അറുപട്ടിണിയിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മഴക്കാലത്തും ഈ വറുതി പിടിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിലും അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന സാംബവ ജനവിഭാഗം. അപ്പൊ ഈ തൊഴിൽ നിലനിർത്തുക എന്നുള്ളത് ഒരു സമുദായം എന്ന നിലയിൽ ഞങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വവും എന്ന നിലയിലാണ്. ഈ തൊഴിലിന്റെ നിലവിലുള്ള സാഹചര്യങ്ങളെ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും വേണ്ടി നാളെ രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കേരളത്തിന്റെ നിയമസഭയുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ ഉദ്ഘാടനം ചെയ്യുകയും CATUവിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സുനിൽകുമാർ, AITUCയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ മീനാക്കൽ കുമാർ, അതുപോലെ തന്നെ INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VR പ്രതാപൻ, BMSന്റെ നേതാവ് ശ്രീ ആനന്ദ് തുടങ്ങിയ ആളുകൾ ഇതിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അപ്പോൾ ഈ വിഷയം ഗവൺമെന്റ് ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അതിന്റെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നാളെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ജനവിഭാഗങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പൊതുസമൂഹത്തിൽ മറ്റെല്ലാ വിഭാഗങ്ങളും ഉന്നതിയിലേക്ക് മുന്നേറുമ്പോൾ ഈ സാംബവ ജനവിഭാഗം ഇന്നും ഏതാണ്ട് അടിമകളെ പോലെ
ജീവിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് അത് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ കോർപ്പറേഷന്റെ മുമ്പിൽ, അതുപോലെ ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ ഏതാണ്ട് 21 ഡിമാൻഡുകൾ അടങ്ങുന്ന ഒരു ഡിമാൻഡ് നോട്ടീസ് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളിൽ പിന്നെ ഈ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ, സിംബാബ്വെ പോലുള്ള രാജ്യങ്ങളിൽ, ഇവിടെ കെനിയ, പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ തൊഴിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ പല രാജ്യങ്ങളിലും ഈ തൊഴിൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പോ 1964 ശ്രീലങ്കയിൽ ഉണ്ടായ ഒരു വലിയ പിന്നെ ദുർഘടമായ ഒരു സാഹചര്യം അന്ന് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ത്യയിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അഭയാർത്ഥികളായിട്ട്. അതിൽ ഈ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏതാണ്ട് 700-ലധികം വരുന്ന സാംബവ സമുദായത്തിൽപ്പെട്ട ആളുകളെ അവിടെ RPL എന്ന് പറയുന്ന ഒരു മേഖലയിൽ അവരെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാർ 64 അന്നത്തെ പിന്നെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ്. ആ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന കരാറിന് പ്രകാരം ഇവിടെ പുനരധിവസിപ്പിച്ചിട്ടുള്ള 700-ലധികം വരുന്ന കുടുംബങ്ങൾ, അതും സാംബവ സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ ഏതാണ്ട് ഈ ലയങ്ങളിലാണ് താമസിക്കുന്നത്. അവരുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ ചോർന്നൊലിച്ച് അവിടെ മനുഷ്യർക്ക് അധിവസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പോണക്കാടും പൊന്മുടിയിലും ഒക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടതുപോലെ അതീവ ദുർഘടമായ അവസ്ഥയിൽ താമസിക്കുന്ന ആളുകൾ, ഒരു 700 കുടുംബങ്ങൾ ഈ കുളത്തൂപ്പുഴയിൽ അധിവസിക്കുന്നുണ്ട്. അപ്പോൾ അവരും സാംബവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അപ്പൊ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകർക്ക് കൂടി ഇതിനകത്ത് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഈ വിഷയങ്ങളെ ഒന്ന് ഗൗരവമായി അഡ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഭാഗത്തിന്റെ ഒരു ഉന്നമനം മാധ്യമരംഗത്ത് നിൽക്കുന്നവർക്ക് കൂടി ഒന്ന് ഇടപെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഈ പത്രസമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ഇതുപോലൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഏറ്റവും ഗൗരവമായ ചില പ്രശ്നങ്ങൾ കൂടി നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും പിന്നെ സാമൂഹിക രംഗത്തും അതുപോലെ തന്നെ മതപരമായി നേരിടുന്ന ചില വെല്ലുവിളികളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരു വലിയ പരിപാടിക്ക് തയ്യാറെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഏതാണ്ട് 30-ലധികം വരുന്ന MP-മാരും കേരള മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ, അതുപോലെ വിവിധ ക്രിസ്തു മതത്തിലെ മേലധ്യക്ഷന്മാർ തുടങ്ങി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദളിത് ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സാമൂഹിക വിഷയം, കഴിഞ്ഞ 75 വർഷക്കാലമായി നിലനിൽക്കുന്ന ഭരണഘടനാപരമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ദളിത് ക്രിസ്ത്യൻ കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു പരിപാടി ട്രിവാൻഡ്രത്ത് വെച്ച് സംഘടിപ്പിക്കാൻ സംഘടന നിശ്ചയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു പത്രസമ്മേളനത്തിൽ എല്ലാവരെയും നമുക്ക് വിളിച്ച് ഇരുത്തി നമുക്ക് ഇതുപോലെ ബോധ്യപ്പെടുത്താൻ കഴിയും. അപ്പൊ എന്തായാലും നാളത്തെ ഈ സമരം, ആ സമരം ഞങ്ങളുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ തൊഴിലാളികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സമുദായത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ഒന്ന് ഗൗരവമായി ഗവൺമെന്റും അതുപോലെ മാധ്യമരംഗത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും എല്ലാവരും ഇക്കാര്യത്തിൽ, മാധ്യമ സ്ഥാപനങ്ങൾ, ഇപ്പൊ എല്ലാവരുടെയും സഹായം പൂർണ്ണമായും ഉണ്ടാകുന്നു വിശ്വസിക്കുന്നു. നാളത്തെ സമരം കൂടി ഒന്ന് നമുക്ക് മാധ്യമങ്ങളിലൂടെ ഒന്ന് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ കരുതുന്നു. ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു.
വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.